ഹലോ. കുട്ടിയുടുപ്പിൻ്റെ അടിയിൽ ഇതുപോലത്തെ സ്വേൾ ചെയ്തിട്ടുള്ള പോർഷൻസ് ഉണ്ടായിരിക്കും അല്ലേ, ഉള്ളിൽ വയറൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഉടുപ്പ് കേടായി കഴിഞ്ഞാൽ ഇത്തരം കിട്ടുന്ന പോർഷൻസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല വൈറ്റ് കളറായിട്ടുള്ള ഉടുപ്പായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ഈ നെറ്റിൻ്റെ പോർഷൻ ഇതുപോലെ വെട്ടിയെടുത്തിട്ട് കുറേ കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കുറേ പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കാനാണ്. അപ്പോൾ ഇതാ പെറ്റൽസൊക്കെ ഈ ഒരു കമ്പിയുടെ മുകളിൽ നമ്മൾ ആ ഒരു ഷേപ്പിൽ ഇതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പെറ്റൽസും ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളൊരു ത്രെഡ് ഉപയോഗിച്ചിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു വീഡിയോ കണ്ടിട്ട് ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗമ്മൊന്നും ഉപയോഗിക്കാതെ ഒരു കുഞ്ഞ് ക്രാഫ്റ്റ് ചെയ്ത് കാണിക്കുമെന്ന്. അപ്പോൾ ആ കൂട്ടുകാരിക്കും കൂടി വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞ് ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ വേറെ പശയോ വേറെ കാര്യങ്ങളൊന്നും വേണ്ട. ഒരു ചെറിയ കത്രികയും ഒരു ത്രെഡ്, അതുപോലെ തന്നെ ഈ പെറ്റൽസൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു സ്റ്റിക്കും കൂടി മതി. അപ്പോൾ ഇത്രയും പെട്ടെന്ന് നമുക്ക് കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ല ഭംഗിയുള്ള 3 ഫ്ലവർ ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഒരെണ്ണത്തിൻ്റെ സെൻറ്റർ പോർഷൻ്റെ റെഡ് കളർ അറ്റാച്ച് ചെയ്തിട്ട് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടി 3 അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ടേബിളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ്